ഫിറഔന്റെ ആളുകൾ ചെയ്തിരുന്നത് ഫിറഔൻ ആല് ഫിറൗനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, കഴിഞ്ഞ ഞായറാഴ്ച ആരൊക്കെയാണ് ഫിറൗന്റെ ആളുകൾ എന്ന്. ഫിറൗന്റെ ആളുകൾ, ഫിറൗന് ഇസ്സത്തും കിബ്റുമാണ്. അതാണ് ഫിറൗൻ. അവന്റെ കുടുംബക്കാരൊക്കെയാണ്? ഹസദ്, അസൂയ, ഹിഖദ്, പക, അദാവത്ത്, ശത്രുത, ബഗ്ളാവ്, വിദ്വേഷം, ഇങ്ങനെ നെഗറ്റീവുകളായ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് ആലു ഫിറഔൻ. ഇമ്രഅത്ത് ഫിറഔൻ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ കണ്ണാടിയാണ്. ഈ അഹങ്കാരത്തിന്റെയും ഇസ്സത്തിന്റെയും മനസ്സ് ആർക്കുണ്ടോ ആ മനസ്സിന്റെ കണ്ണാടി തന്നെയാണ് ഇമ്രഅത്ത് ഫിറഔൻ. ആ ഇമ്രഅത്ത് ഫിറഔൻ ഒരു വേള മോമിനത്തായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ജ്ഞാനത്തെ, അവന്റെ വചനങ്ങളെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ആ ദാനത്തെ ശിരസ വഹിക്കാനും അഹങ്കാരത്തിന്റെ മനസ്സിന്റെ ഉടമയുടെ ഉള്ളിലുള്ള അവന്റെ മനസ്സിന്റെ കണ്ണാടി തയ്യാറായി. അതാണ് ഇമ്രഅത്തുൽ അസീസ്. അല്ലാതെ കൂടെ കിടക്കുന്നവളല്ല. അതൊക്കെ മുമ്പ് ഒരുപാട് വിശദീകരിച്ചതാണ്. രാത്രി കൂടെ കിടക്കുന്നവളല്ല ഫിർഔനിന്റെ ഇമ്രഅത്ത്. അപ്പൊ വഇദ് ഖാല മൂസ ലി ഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറത്തൻ. ഇതൊന്നുമല്ല കിട്ടേണ്ടത് അവർക്ക്. ഡോക്ടർ ചോദിച്ചത് ഇതിനു ശേഷം ഈ ബക്കറത്തിന്റെ 10 വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അതെന്താണ് സൂചിപ്പിക്കുന്നത് എന്ന്. ഈ അറിവിന് 10 ഗുണങ്ങളുണ്ട്. ഈ ഗുണങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരറിവിനെയാണ് നിങ്ങൾ കണ്ടെത്തുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത്. ഖാല അതത്തഖിദുനാ ഹുസുവൻ, ഖാലു അതത്തഖിദുനാ ഹുസുവൻ. ഹുസുവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ഇസ്സത്തും കിബറും വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലേ? ഞാൻ വലുതാകുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ പരിഹാസ്യമാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മശായറുകൾ, എൻ്റെ വികാരങ്ങൾ കിബറിലേക്കും ഇസ്സത്തിലേക്കും മാറിപ്പോവുക എന്നാണ് അർത്ഥം. അതാണ് അവര് മൂസയോട് ചോദിച്ചത്. അതല്ല നീ ഞങ്ങളെ ഹുസുവാക്കുകയാണോ എന്ന് പറഞ്ഞാൽ നിന്റെ വികാരങ്ങൾ ഇസ്സത്തിലേക്കും കിബറിലേക്കും പോവുകയാണോ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളെ ഞാൻ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ എന്തൊക്കെയോ കൂടുതൽ എനിക്കുണ്ട് എന്നുള്ള ഒരു ഇസ്സത്തിന്റെയും കിബറിന്റെയും ഷുഊറുകൾ, വികാരങ്ങൾ എൻ്റെ മനസ്സിനെ മതിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലേ? അങ്ങനെ എനിക്ക് ഉണ്ടായാൽ ഞാൻ നിങ്ങളെ ഹുസുവാക്കലാണ്. ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ എന്ന് പറഞ്ഞു. ഞാൻ ജാഹിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മുമ്പ് ഒരറിവും ഇതുവരെ നേടാത്ത ഒരു വ്യക്തിയാണ് ജാഹിൽ. ഇൽമും മുസബ്ബക്ക്, എനിക്ക് മുമ്പ് ഒരറിവും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഒരു മനുഷ്യനായിത്തീരുന്നതാണ് അവന്റെ ജഹാലത്ത്. അങ്ങനെ ഒരു ജാഹിലാവുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിൽ ശരണം തേടുകയാണ് എന്നാണ് അവിടെ മൂസ അതിന് പ്രതികരിക്കുന്ന അത്.